ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹമീദ് തങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. നൂറ് ഹബീബെ മജ്ലിസ് നടത്തുന്ന അദ്ദേഹത്തിനെ കുറിച്ചിട്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ മകളുടെ ഹാർട്ട് ഓപ്പറേഷന് പോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ കയറുകയും ലൈവിലായിരുന്നു ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഓരോരുത്തരും ഓരോ വിശ്വാസം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒരാളുടെ ഒരു ഭീഷണി വന്നു കേട്ടോ. അതായത് നിനക്ക് ഹലോ ധന്യയല്ലേ, വാട്സപ്പിൽ മെസ്സേജ് വന്നാണ്, ഹലോ ധന്യയല്ലേ, പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അതെ ധന്യയാണ്, ആരാണ് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ് എൻ്റെ നമ്പർ പബ്ലിക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓരോ ആളുകളും എനിക്ക് മെസ്സേജ് ചെയ്യും, സംസാരിക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ് നീ എന്ത് കണ്ടിട്ടാണ് ഈ തങ്ങളുടെ വീഡിയോ ചെയ്തത്? അയാൾ ഭൂലോക ഫ്രോഡാണ്, അയാളെക്കുറിച്ച് നീ എന്തിനാ വീഡിയോ ചെയ്യേണ്ട ആവശ്യം? അയാൾ മറ്റുള്ളവരെ പറ്റിച്ച് തിന്നുന്ന ആളാണ്. ആ പറ്റിച്ച് തിന്നുന്ന ആളുടെ വീഡിയോ ഇട്ടിട്ട് നീ എന്തിനാണ് കാശുണ്ടാക്കുന്നത്? നീ എന്തിനാ വീഡിയോ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു എനിക്കുള്ള ഒരു താക്കീത്. ഇനി മേലാൽ അവരുടെ വീഡിയോ ചെയ്യരുതെന്നും പറഞ്ഞ് എനിക്കൊരു താക്കീത് വന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയോ അദ്ദേഹം ആരാണോ എന്താണോ എന്ന് പല രൂപത്തിൽ പല ഭാവത്തിൽ വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും മനസ്സിലാക്കുന്നുള്ളൂ, അദ്ദേഹം ഒരുപാട് എത്തിയമായ കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്, പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ ചെറിയ ചെറിയ കടബാധ്യതകൾ, ഇതൊക്കെ അദ്ദേഹം തീർത്തു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ചിലപ്പോൾ ഡാൻസ് കളിച്ചിട്ടോ, ഇല്ലെങ്കിൽ അദ്ദേഹം മജ്ലിസിലെ എല്ലാവരെയും പറ്റിച്ചിട്ടോ, അല്ലെങ്കിൽ ആള് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിക്കോട്ടെ കാശ്, എന്ത് വേണം, ഏത് രീതിയിലും അദ്ദേഹം ബക്കറ്റ് പിരിവെടുക്കേ, എന്ത് വേണേയും ചെയ്തോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൽമാർഗം നമ്മൾ കാണാതിരിക്കരുത്. അത്രേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് മറുപടി കൊടുക്കുമ്പോഴേക്കും എന്നെ ബ്ലോക്കാക്കി മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കാണിക്കാത്ത കേട്ടോ. അപ്പം എനിക്ക് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. എനിക്ക് യൂട്യൂബിൽ അവരെ ബ്ലോക്ക് ചെയ്താലും അവർക്ക് എൻ്റെ വീഡിയോ കാണാം, അവർക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അവരെ ബ്ലോക്കൊന്നും ചെയ്യുന്നില്ല, വാട്സപ്പിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലത്തെ 100-ൽ ഒരുപാട് ആളുകൾ തങ്ങളെ വിമർശിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരെ പറ്റിച്ച് തിന്നുകയാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. ഞാനൊരിക്കലും ഇദ്ദേഹത്തിന് മജ്ലിസ് കാണണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല, പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് കാണാം, സംസാരിക്കാം, മജ്ലിസിൽ പങ്കെടുക്കാം, അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും സൽമാർഗം ചെയ്യുന്ന ആളുകളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അത് ഏത് മതക്കാരായാലും ഏത് വിഭാഗക്കാരായാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ വരും തലമുറകൾക്ക് മാതൃകയാണ്. അത് നിങ്ങൾക്കറിയോ? അപ്പം അതൊക്കെ നമ്മൾ കണ്ട് പഠിച്ച്, ഒരിക്കലും ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഈ തമിഴിൽ പറയും പൊറാമൈ പെടാൻ പാടില്ലാന്ന്. അപ്പോൾ നമുക്ക് അവർ ചെയ്യുന്നതിന് നമുക്കൊപ്പം സപ്പോർട്ട് ചെയ്യാം, പക്ഷെ കുശുമ്പ് പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ അദ്ദേഹത്തിനെ എത്രത്തോളം വിമർശിക്കുന്നുവോ അത്രത്തോളം അവരൊക്കെ ഹൈ റേഞ്ചിൽ കയറിക്കൊണ്ടിരിക്കും. 2 മാലകൾ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വോയിസിൽ പറയുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വർണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരിലുള്ള ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ കല്യാണം കഴിക്കാനുണ്ട്, അവർക്ക് പാവങ്ങളാണ്. ഇപ്പോൾ ഹിന്ദുവായ കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജാതി മത ഭേദമന്യേ, ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അതിൽ എത്ര ഭവൻ കൊടുക്കുന്നു? ശരി, ഒരു 5 ഭവൻ കൊടുക്കുകയാണെങ്കിൽ 5 ഭവന് കാശ് എന്തായി? ഒരു സാധാരണപ്പെട്ട കുടുംബക്കാർക്ക് ഇപ്പം താങ്ങാൻ പറ്റാത്ത വിലയാണ് സ്വർണത്തിനുള്ളത്. അപ്പോൾ ഓരോ വീട്ടുകാരും ഉള്ളതിൽ നിന്ന് ചെറിയ രീതിയിൽ ഗോൾഡ് കൊടുക്കുന്നു. അത്
അത് ചിലപ്പോൾ 2 പവനോ 3 പവനോ 4 പവനോ അരപ്പവനോ കാപ്പവനോ എന്താണോ ഉള്ളത് അത് തങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. കാരണം അദ്ദേഹം കറക്റ്റായ ആളുകളിലേക്കാണ് ഈ ഞങ്ങളൊക്കെ കൊടുക്കുന്ന ഓരോ സഹായങ്ങളും കറക്റ്റായ ആളുകളിലേക്കാണ് എത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഓരോ ആളുകളും പൈസ അയക്കുന്നതും ഗോൾഡ് കൊടുക്കുന്നതും. അപ്പോൾ ഒരാളുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല, 1000 ആൾക്കാരെ മൂടിക്കെട്ടാൻ പറ്റില്ല. കോടാനുകോടി ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ 100 200 പേര് ഇദ്ദേഹത്തിനെ കുറിച്ച് വിമർശിച്ചാലും ഇത്രയും ജനങ്ങൾ എന്തായാലും എന്താ പറയുക, ഈ തങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവർ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത് അദ്ദേഹം സംസാര രീതി ശരിയില്ല, പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയൊക്കെ പറയുന്നു. ശരിയാണ്, 108 കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും ഈ ശരിക്കും ലൈവ് നടക്കുന്ന സമയത്തായിരിക്കും ഓരോ ആളുകൾ കാണാനും സംസാരിക്കാനും ഒക്കെ വരുന്നുണ്ടാവുക. അപ്പം പെട്ടെന്നൊക്കെ സംസാരിച്ച് പോകുമ്പോൾ ആ നെഗറ്റീവായ വീഡിയോസ് മാത്രം പബ്ലിക്കാവും, നല്ല കാര്യങ്ങളൊന്നും സ്പ്രെഡാവില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഒരു നെഗറ്റീവ് കാര്യം കിട്ടിയാൽ മതി ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ. പക്ഷേ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് ഒരാളിലേക്കും എത്തില്ല, അത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്തത് എനിക്ക് എവിടെ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ സൽപ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു. എനിക്ക് ആരും പൈസ തന്നിട്ടില്ല, എനിക്ക് ഒരാളും എന്നെ പ്രമോഷൻ ചെയ്യുന്നു പറഞ്ഞിട്ടും എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സാക്ഷി, അതായത് ഞാനൊരു വീഡിയോ ചെയ്ത് എനിക്ക് സുഖമായി കിടന്നുറങ്ങണം, അല്ലാതെ ആ വീഡിയോനെ കുറിച്ച് കള്ളത്തരം പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കി എന്നിട്ട് നമുക്ക് രാത്രിയും പകലും ഒന്നും സമാധാനമില്ലാതെ നടക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല സത്യസന്ധമായിട്ട് ചെയ്തു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. ആ ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തങ്ങളുടെ നൂറ് ഹബീബ് തങ്ങൾ അച്ചക്കോയ തങ്ങളുടെ ആ ഒരു വീഡിയോ ചെയ്തത് ഒരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം സഹായം കൊടുക്കുന്നു, ഒരുപാട് ആളുകളുടെ കണ്ണീര് എന്താ പറയുക കണ്ണീരൊപ്പുന്നു. ഇതൊക്കെ ഞാനൊരു വീഡിയോ ആയി ചെയ്തു, അത്രേ ഞാൻ ചെയ്ത തെറ്റുള്ളൂ. അതിലെന്ത് തെറ്റാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്തായാലും മറ്റുള്ളവരുടെ പിന്നെ എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ മറ്റുള്ളവരെ കുറിച്ച് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കാക്കുകയോ അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാവരുടെ അടുത്തും മജ്ലിസ് കാണുന്ന എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ പിരിവ് നടത്തുന്നുണ്ടാവും. അത് നടത്തുന്നത് എന്തിനാണ്? അത് ഇത്രയും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ കാശ് വേണ്ടേ, വെറുതെ എന്തായാലും കിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ കോടീശ്വരനൊന്നും അല്ല, അദ്ദേഹവും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് വിമർശിക്കാം, ഒക്കെ ഒരു ആവശ്യത്തിന്. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് വരും ഇതിൻ്റെ പിന്നാലെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.